ആ നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോകൾക്ക് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചത്. വളരെ നന്ദിയുണ്ട്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായി, നമുക്ക് പോട്ടർ ഓടുമ്പോൾ അത്രമധികം കാശ് കിട്ടുമെന്നൊക്കെ പറയണു, അതിന് ചിലവൊന്നുമില്ലേ ഒക്കെ ചോദിക്കണ്ടായി. ചിലവുണ്ട്. ചിലവുണ്ടെന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കണം. എൻ്റെ വണ്ടിക്ക് ഞാൻ 1500 രൂപയ്ക്ക് ഓടുന്ന സമയത്ത് ഒരു 330 രൂപ 400 രൂപ അടുത്ത് ഞാൻ പെട്രോൾ അടിക്കാറുണ്ട്. 330 രൂപയ്ക്ക് പെട്രോൾ അടിക്കാറുണ്ട്. ഞാൻ അത് എല്ലാവരും ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ 110 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കാറ്. 110 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിസർവിലാവുമ്പോൾ 110 രൂപയ്ക്ക് അടിക്കും. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വെയിലത്തൊക്കെ കിടന്ന് ഓടുമ്പോൾ ഒരുപാട് വേനൽക്കാലത്തൊക്കെ ഒരുപാട് പെട്രോൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ചെറിയ പൈസയ്ക്ക് അടിക്കുള്ളൂ, റിസർവ് ആവും. പിന്നെ പ്ലാറ്റിനം ബൈക്കാണ്. അവർ പറയുന്നത് 10-90-100 അടുത്ത് കിലോമീറ്ററാണ് മൈലേജ് പറയണത്. എങ്ങനെ പോയാലും 10-70 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പോൾ പിന്നെ അത്രയ്ക്ക് അടിച്ചാൽ മതി. അത് ചിലവുണ്ട്. പിന്നെ ഭക്ഷണം ഞാൻ പരമാവധി വീട്ടിൽ നിന്ന് കൊണ്ട് കഴിക്കുള്ളൂ. കാലത്തും ഹെവി ഫുഡ് കഴിക്കാറില്ല. കാരണം നമ്മൾ ബൈക്കുമ്മേ ഇരുന്ന് കുടുങ്ങി ഓടുന്നതാണ്. അപ്പോൾ അത് വയറ് നീര് വീഴാൻ ബുദ്ധിമുട്ടൊക്കെ ആവും. അങ്ങനെ ഉള്ള കാര്യങ്ങളാവുമ്പോൾ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കാറില്ല. ചായ കുടിക്കാറുണ്ട്, ഒരു 3 ചായ കാലത്ത്, പിന്നെ ഉച്ചതിരിഞ്ഞ്, പിന്നെ വൈകിട്ട് അധികം ക്ഷീണം ഉണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ചായ കുടിക്കാറുണ്ട്. അത് എറണാകുളത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് എനിക്ക് ചായ കുടിക്കുന്നത്. ഒന്ന് എറണാകുളത്ത് ഓടുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി, ഒന്ന് നമ്മുടെ ഈ ലുലുവിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് കഴിക്കാറുണ്ട്. കാലത്ത് നല്ല ചായ 10 രൂപ ഉള്ളൂ. എറണാകുളത്ത് ചില സ്ഥലത്തൊക്കെ 15-12 മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 10 രൂപ ചായ കഴിക്കാറുണ്ട്. ഹെവി ഫുഡുകൾ പരമാവധി ഒഴിവാക്കും. അങ്ങനെ അപ്പോൾ ആ ചിലവുണ്ട്. ഇതേ ചിലവുള്ളൂ, അല്ലാണ്ടൊരു ചിലവില്ല. എന്തെങ്കിലും ഒരു ക്ഷീണം മാറാൻ വേണ്ടി ചായ കുടിക്കും, പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടും പെട്രോൾ അടിക്കും. മാക്സിമം ഒരു ചിലവെന്ന് പറയുമ്പോൾ ഒരു 350 രൂപ ചിലവ് അതുണ്ടാവും. അത് ചിലവ് തന്നെയാണ്. 1500 രൂപ 1600 രൂപയ്ക്ക് ഓടുമ്പോൾ 350 രൂപ അതിൽ നിന്ന് പോകുമ്പോൾ ശരാശരി ഒരു 1000 രൂപ എല്ലാം കഴിഞ്ഞ് കിട്ടും. നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ചിലവുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈലേജുള്ള വണ്ടി ആയിരിക്കണം. പിന്നെ ചിലവിൽ ഇത് കൂട്ടാം. മാസത്തിലൊരിക്കൽ 28 ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ ജിയോയുടെ സിമ്മ ഉപയോഗിക്കാറ്. അപ്പോൾ അത് ചാർജ് ചെയ്യാറുണ്ട്. അതൊക്കെ ചിലവിൽ കൂട്ടാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതാണ് ചിലവ് ഇതിൻ്റെ. വരവ് പിന്നെ വരവ് അന്നാന്ന് അത് അപ്പം തന്നെ കിട്ടുന്ന ആയതുകൊണ്ട് ഒരുപാട് കൂട്ടി വയ്ക്കാനൊന്നും പറ്റില്ല. വീട്ടിലെ കാര്യങ്ങൾക്ക് ഇതിനൊക്കെ എടുക്കും. എപ്പോഴും കയ്യിൽ കാശുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അതന്നെ വലിയൊരു കാര്യം. ചുരുങ്ങിയത് ഒരു 1000 രൂപ ഉണ്ടാവും മിനിമം കയ്യിലെപ്പോഴും, നമ്മുടെ പേഴ്സിനകത്ത് ഉണ്ടാവും. പിന്നെ ഗൂഗിൾ പേ ആണ് മിക്ക ആളുകളും ചെയ്യുന്നത്. നേരിട്ട് ക്യാഷ് തരുന്ന ആളുകളുണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ചെയ്യുമ്പോൾ എപ്പോഴും ഞാനത് ചെയ്തിട്ടില്ല, അതെൻ്റെ ഭാഗത്തുനിന്നൊരു പ്രശ്നമാണ്. മടി പിടിച്ചത് ചെയ്യണ്ട. ശരിക്കും ഒരു QR നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൈ പിടിച്ചാൽ എളുപ്പമാണ്. ചെറിയ പെട്രോൾ പമ്പിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയൊരു QR, അതൊന്ന് എൻ്റെ എളുപ്പമാണ്. ഞാനപ്പോൾ ആ സമയത്ത് ഗൂഗിൾ പേ തുറന്നത് കാണിച്ചു കൊടുക്കാറ് പതിവ്. ഗൂഗിൾ പേ ചെയ്യാറുണ്ട്. പിന്നെ കയ്യിൽ ക്യാഷ് വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം പോന്നാൽ മതി കേട്ടോ. ചില ആളുകൾ ഗൂഗിൾ പേ ചെയ്ത സമയത്തിന് കയറണമെന്നില്ല. പിന്നെ പോർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, പോർട്ടർ ബുക്ക് ചെയ്യുന്നത് വേറെ ചില ആളുകളാവും. അത് മേടിക്കുന്ന ആളോ കൊടുക്കുന്ന ആളോ അല്ലാതെ മൂന്നാമതൊരു വ്യക്തിയായിരിക്കും പോർട്ടർ ബുക്ക് ചെയ്യണത്.
ആ വ്യക്തി ഏതോ സിസ്റ്റത്തിൽ നിന്ന് ഇരുന്ന് ബുക്ക് ചെയ്യണതായിരിക്കും. നമുക്ക് ബുക്കിംഗ് വരും, നമ്മൾ പോയിട്ട് പിക്കപ്പ് ചെയ്യും. പിക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പോർട്ടർ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കണം. ഞാൻ ചോദിക്കാറുണ്ട്, സാർ ഞാൻ പോർട്ടറാണ്, ഇപ്പം നിങ്ങളൊരു ഓർഡർ ബുക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അവർ പറയുണ്ടെന്നാണ് 90% പറയുക. അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്കറിയില്ല, ഇത് ഷോപ്പാണ്, നെക്സ്റ്റ് നമ്പറിലൊന്ന് നോക്കൂ, വേറെ നമ്പറും കൂടി ഉണ്ടാവും. അപ്പോൾ അടുത്ത നമ്പറിൽ വിളിക്കും. അങ്ങനെ ബുക്കിംഗ് ഉറപ്പിച്ചതിന് ശേഷം പോവുക. എനിക്ക് തുടക്കത്തിൽ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ബുക്കിംഗ് ഉറപ്പിക്കില്ല ഞാൻ ബുക്കിംഗ് കിട്ടുന്ന അപ്പം തന്നെ വണ്ടി എടുത്ത് അങ്ങ് പോവും. കുറച്ച് കഴിയുമ്പോൾ ക്യാൻസലാവുമ്പോൾ ഓടിയതൊക്കെ ചുമ്മാ ആവും. ഓടിയ പൈസ മാത്രം ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടുന്നതിന് പകരം 1 കിലോമീറ്റർ കഴിയുമ്പോഴാവും ക്യാൻസലാവണേ. ആ 1 കിലോമീറ്റർ ഓടിയ പൈസ ആരും തരില്ല നമുക്ക്, നമ്മുടെ കയ്യിൽ നിന്ന് പോവും ആ പൈസ. തൊട്ടടുത്ത് വന്നിട്ട് ക്യാൻസലായിട്ടുണ്ട്. അതായത് 2-3 കിലോമീറ്റർ ഓടി ചെന്നിട്ട് തൊട്ടടുത്ത് വന്നിട്ട്, പോട്ടർമാരുടെ പ്രത്യേകതയുണ്ട്, തൊട്ടടുത്ത് വന്നിട്ട് ക്യാൻസൽ ചെയ്യും അവർ. ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് കൃത്യമായിട്ട് അറിയിക്കണം പോർട്ടറിനെ. ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ ആപ്ലിക്കേഷൻ അറിയിക്കാവുന്നൊരു ഫെസിലിറ്റി ഉണ്ട്, അതിലറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ സ്പോട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ബുക്ക് മുടങ്ങണമെന്ന് വെച്ചാൽ ചെറിയൊരു പൈസ നമുക്ക് തരും. ചെറിയൊരു പൈസ നമ്മൾ ഓടി ചെന്നതിൻ്റെ വളരെ ചെറിയൊരു പൈസ, നമുക്ക് പെട്രോൾ കാശൊന്നും കിട്ടില്ല, ഒരു 9-10 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. അത് കിട്ടും. അപ്പോൾ ഒന്നും കിട്ടാത്തതിലും ഭേദമല്ലേ, അത് കിട്ടും. പിന്നെ ക്യാൻസൽ ചെയ്തത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതല്ലേ, നെക്സ്റ്റ് ഓർഡറുകൾ പെട്ടെന്ന് വരും. പിന്നെ പോർട്ടറിനെ സംബന്ധിച്ച് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്ത അപ്പം തന്നെ 90% അടുത്തത് ഒരു 5 മിനിറ്റിനുള്ളിൽ അടിക്കാറുണ്ട്, ഓർഡർ അടിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് എനിക്കൊരു പ്രാവശ്യം ലോങ് ഓർഡർ കിട്ടിയിട്ട് ഞാൻ എടുത്തിട്ട് അവർ ക്യാൻസൽ ചെയ്തു. പിന്നെ പറഞ്ഞിട്ട് എറണാകുളം ടു തൃശ്ശൂർ 980 രൂപ ഒറ്റ ഓട്ടം. അത് വിളിച്ചു ഞാൻ, സാർ അത് അപ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ടത് ഒരു ചെറിയ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു എപ്പോൾ ചെല്ലുന്നവർ ചോദിച്ചു. അപ്പം ഞാൻ മാപ്പിൽ നോക്കിയിട്ട് പറഞ്ഞു, മാപ്പ് അപ്പം തന്നെ നമുക്ക് ഓപ്പൺ ആവും, പോർട്ടർ എടുത്ത് അപ്പം തന്നെ മാപ്പിൽ നോക്കിയിട്ട് പറഞ്ഞു ഇത്ര ടൈം എടുക്കും ചെല്ലാൻ. അയ്യോ, ഇത് വേഗം എത്തിക്കേണ്ടതായിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര സമയം എടുക്കും സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തോട്ടെ, ഇതങ്ങനെ എത്തിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണമില്ല ഇങ്ങോട്ട് പറഞ്ഞു. അതിനെന്താ ക്യാൻസൽ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തോര്. തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ അടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടുന്ന് പോർട്ടർ പോയിട്ടുണ്ട്. അവൻ വണ്ടിയും കൊണ്ട് പോയതല്ല, അവൻ ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ പോയിട്ട് കസ്റ്റമറോട് പറഞ്ഞു ഞാൻ ട്രെയിനിലാണ് വരുന്നത്, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നോ പ്രോബ്ലം പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ പോയിട്ട് കൊടുത്തു. ഒറ്റ ഓർഡർ 2000 ചില്ലാൻ രൂപയാന്ന് തോന്നുന്നു. അത് ഒറ്റ ഓർഡർ, കാലത്ത് പോയി ഉച്ചതിരിഞ്ഞ് അവൻ വന്നു. അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് പോർട്ടർ. എനിക്കടിച്ചിട്ടില്ല, ഞാനൊരു 600 ചില്ലാൻ 700 രൂപ ആ റേഞ്ചിലാണ് മാക്സിമം ഓടിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അടിച്ചിട്ടുള്ളൂ. എനിക്ക് കിട്ടിയതാണെങ്കിൽ തൃശ്ശൂർ കിട്ടിയത് ഞാൻ ഓടിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒറ്റ ഓർഡർ അടിക്കാറുണ്ട്. ഏറ്റവും കുറഞ്ഞ ഓർഡർ പോർട്ടറിൻ്റെ 45 രൂപയെന്ന് കൊണ്ടു, മിനിമം ഏറ്റവും കുറഞ്ഞ 40-45 ആ റേഞ്ചാണ്. പോർട്ടറിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്ന് തോന്നുന്നു, 100 രൂപയ്ക്ക് 15 രൂപയാണ് ഒരു കമ്മീഷൻ. 10 കിലോമീറ്ററിന് 1 കിലോമീറ്റർ 10 രൂപയാണ് നമുക്ക് അവർ തരുന്നത്. അപ്പോൾ 10 കിലോമീറ്റർ നമ്മൾ ഓടാണെങ്കിൽ അവരുടെ കമ്മീഷൻ കൂട്ടിയിട്ടാണ് അവർ പ്രൈസ് ഇടുന്നത്. അതായത് നമ്മുടെ നിന്ന് കാശ് പോവില്ല എന്നർത്ഥം. 10 കിലോമീറ്റർ ഓടാണെങ്കിൽ 100 രൂപ കൂടുതൽ നമുക്ക് കിട്ടും. 100 രൂപ, കാരണം അവർ കമ്മീഷൻ അതിൽ കയറ്റി ഇടണം. രാത്രി സമയം മഴയുള്ള സമയത്താണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. അതാണ് ഇത്. പിന്നെ പോർട്ടറിൻ്റെ വേറൊരു, നമുക്ക് എവിടെ വേണമെങ്കിലും അടിക്കുമല്ലോ പോർട്ടർ. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു 10-30-40 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ അടിക്കും, അകലെ എന്ന് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് ബുക്കിംഗ് നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആലുവ വന്ന് നിൽക്കുകയാണ്, ആലുവയിൽ നിന്ന് അടിക്കും, എറണാകുളം അടിക്കും, പിന്നെ അവിടെ നിന്ന് കുറേ അങ്ങ് പോയി അങ്ങനെ അകലെ അടിക്കും. അപ്പോൾ 40 കിലോമീറ്റർ 30 കിലോമീറ്ററോ ചുറ്റളവിൽ അടിക്കും.
4 കിലോമീറ്റർ വരെ ഫ്രീ ആയിട്ട് നമ്മൾ പോയി എടുക്കണം, പിക്കപ്പ് ചെയ്യണം. അതിന് പൈസ കിട്ടില്ല. എടുക്കാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സ്ഥലത്ത് അടിച്ച് കഴിഞ്ഞ് 4 കിലോമീറ്റർ വരെ എടുക്കാൻ പോകാൻ പൈസ കിട്ടില്ല. അത് കഴിഞ്ഞാൽ ഓരോ കിലോമീറ്ററിനും ഇപ്പം 3 രൂപയാക്കി. മുൻപ് അത് 5 രൂപയായിരുന്നു പോട്ടറിൻ്റെ. 1 കിലോമീറ്റർ ഓടുമ്പോൾ 5 രൂപ വെച്ച് കിട്ടും. 2 കിലോമീറ്റർ ഓടുമ്പോൾ 10 രൂപ കിട്ടും. 3 കിലോമീറ്റർ ഓടുമ്പോൾ 15 രൂപ കിട്ടും. അങ്ങനെയാണ്. അതിപ്പോൾ 3 രൂപ ആക്കി. 1 കിലോമീറ്റർ ഓടുമ്പോൾ 3 രൂപ. നഷ്ടമാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ലോങ് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രിക്ക്, നമ്മൾ മനഃപൂർവ്വം ക്യാൻസൽ ചെയ്യാൻ പാടില്ല. പോട്ടറിൻ്റെ നിയമത്തിലുള്ളതാണ്. വിളിച്ചു പറഞ്ഞ് നമ്മളായിട്ട് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അത് നമ്മളെ ക്രെഡിബിലിറ്റീനെ ബാധിക്കും. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിളിച്ച് കസ്റ്റമറോട് ക്യാൻസൽ ചെയ്യാൻ പറയില്ല. കസ്റ്റമർ വിളിച്ചിട്ട്, സാർ ഇത്ര അകലെയാണ് ഞാൻ നിൽക്കുന്നത്, ഓടിയെത്ര ടൈം പിടിക്കും, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത്ര ടൈം കൊണ്ട് എന്ന് ചോദിക്കും. ചില ആളുകൾ പറഞ്ഞു, അയ്യോ അത്ര അകലെയാണോ നിൽക്കണേ, 6 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ അകലെയാണ്, അത്ര കിലോമീറ്റർ ഇത്ര ടൈം പിടിക്കും, 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ പിടിക്കും എന്ന് പറയുമ്പോൾ അവർ പറയും, എങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് റീ കൊടുത്തോട്ടെ അത് പറയും. ചില ആളുകളോട് നമ്മൾ പറയും, സാറ് റീ കൊടുക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്ക് കിട്ടുമായിരുന്നു. ക്യാൻസൽ ചെയ്യാൻ നമ്മൾ വന്നാലും പറയില്ല, കിട്ടുമായിരുന്നു, അത് നമുക്കും ഇതായിരുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും, എന്നാൽ ഞാൻ ക്യാൻസൽ ചെയ്ത് റീ കൊടുക്കാം. ചില ആളുകൾ പറയും. ചില ആളുകൾ ഇപ്പോൾ 50 കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ അവർ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ പറയും, വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാനിപ്പോൾ ഇത്ര ഒരു അരമണിക്കൂർ വരണം പിക്കപ്പിന് എന്ന് പറയുമ്പോൾ അവർ പറയും, പോരെ സാർ ഇത്ര അകലെയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്തോ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വന്നെടുത്തോ എന്ന് പറയും ചില ആളുകൾ. എല്ലാ ആളുകളും ഒരുപോലെ അല്ലല്ലോ. അപ്പം നമ്മൾ പോയി എടുക്കേണ്ട വരും. പിന്നെയും ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അത് ചെറിയ റിസ്ക്കാണ്. ഓപ്ഷൻ വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നുണ പറയും പോലത്തെ ക്യാൻസൽ. ഞാൻ ക്യാൻസൽ ചെയ്യാറില്ല. ക്യാൻസൽ നുണ പറയും പോലത്തെ ക്യാൻസലേഷനാണത്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റുക, നമുക്കെന്തെങ്കിലും പറ്റുക, അതിനൊക്കെ ആ ക്യാൻസലേഷന് വണ്ടിക്ക് എന്തെങ്കിലും പറ്റാമെന്നും പറഞ്ഞിട്ടാണ് ചിലർ ചെയ്യാറ്. ഇത്ര അകലെ വരുമ്പോൾ ചില സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് ചെയ്യാറുണ്ടെങ്കിൽ തന്നെ എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ ഒരു ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണ വിരുദ്ധന്മാരൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവൻ ലാസ്റ്റത്തെ ഓർഡർ ചിലപ്പോൾ എടുക്കാണ്ട് ക്യാൻസൽ ചെയ്യുവാൻ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ 6 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓർഡർ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പരമാവധി അത് ചെയ്യാറില്ല. എന്തായാലും എടുത്തു പോയില്ലേന്ന് വെച്ച് ചെന്ന് ഇതാക്കാറുണ്ട്. പിന്നെ 100 ആളിൽ 1-2 ആളുകൾ മോശമായിട്ട് പെരുമാറാറുണ്ട്. വളരെ മോശമായിട്ട് പെരുമാറാറുണ്ട് പോട്ടറിൽ. നമ്മളത് ഓടുമ്പോൾ അതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനായിട്ട് തന്നെ ഓടണേ. എന്നാലും നമ്മളായിട്ട് അടിമയൊന്നുമല്ല. നമുക്ക് പറയാനുള്ള കാര്യം പറയാം. അതിൻ്റെ ഉദാഹരണം, എനിക്കൊരു ഓർഡർ ഒരാൾ തന്നു, ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ലേഡി അവർ വിളിച്ചു പറയണം, ഞാൻ മാഡം ഇങ്ങനെ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഷോപ്പിൽ നിന്ന് ഓർഡർ എടുത്തോളൂ നിങ്ങൾ, അപ്പോൾ എൻ്റെ ക്യാഷ് ഞാൻ ഓൺലൈൻ പേ ചെയ്തോളാം, ഗൂഗിൾ പേ നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് തുണിയാണ്, നല്ല വില കൂടിയ സാരി, ബ്ലൗസ്, കല്യാണത്തിൻ്റെ എന്താണ്, പാക്ക് ചെയ്തു. അത് അവിടുന്ന് ആ ഷോപ്പിൽ തന്നു. അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, എറണാകുളത്തുള്ള ഈ ബസ് ടെർമിനലിൽ ഒരു ബസ്സിൽ കോട്ടയം ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടോളാൻ. അപ്പം ഞാൻ പറഞ്ഞു, മാഡം അത് മിസ്സായി കഴിഞ്ഞാൽ മിസ്സൊന്നും ആവില്ല, താൻ കയറ്റി വിട്ടോളാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം അങ്ങനെ കയറ്റി വിടാൻ പറ്റില്ല, അത് വില കൂടിയൊരു പ്രോഡക്റ്റ് അല്ലേ, കയറ്റി വിട്ട് മിസ്സായി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരെ പോട്ടറിൻ്റെ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. നമുക്ക് ജസ്റ്റ് ഒരു മിസ് കോള് അത് ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി. മിസ് കോളല്ല, റിക്വസ്റ്റ് ഇട്ടാൽ മതി, അവർ വിളിക്കും. പോട്ടറിൻ്റെ എക്സിക്യൂട്ടീവ് വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. അവർ കോൺഫറൻസ് കോളിലിട്ടു, അവരായിട്ട് സംസാരിച്ചു. അവർ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു എൻ്റെ അടുത്ത്. നമ്മളേതോ അടിമപ്പണിക്കാരൻ്റെ പോലെ. ഞാൻ റെക്കോർഡ് ചെയ്തു ഇത് പറഞ്ഞതൊക്കെ, എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ. ഈ പോട്ടറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈ റെക്കോർഡൊക്കെ എന്തെങ്കിലും കാലത്തൊക്കെ ഞാൻ ഇടാം. രസമാണ് അവർ പറഞ്ഞത്. നമ്മളേതോ പണിക്കാരനോ, അവർ വലിയ കൊമ്പത്താളാണെന്ന് അവർ പറയണേ. ലാസ്റ്റ് പോട്ടറിൻ്റെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു, അതിങ്ങനെ തന്നെ ഇപ്പം എന്തെങ്കിലും ചെയ്യട്ടെ,
മുമ്പ് അറിഞ്ഞ് എടുക്കണ്ടായിരുന്നു എന്ന് എക്സിക്യൂട്ടീവ് പറയാണ്. ഞാൻ പറഞ്ഞു ഇതെന്താ ചെയ്യണത്, അത് അവരെ കയ്യിൽ കൊടുക്കുന്നത് എല്ലാം ഫുൾ റെക്കോർഡിംഗ് അല്ലേ നിങ്ങൾക്ക്, അതെ അവരെ കൊടുക്കുന്ന വണ്ടിയിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഫോട്ടോ ഒക്കെ എടുത്ത്, ഡ്രൈവറുടെ കണ്ടക്ടറുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ഡ്രൈവറും കണ്ടക്ടറും കൊടുക്കുന്നതായിട്ട് അവർ അതിൽ കോൾ ചെയ്ത് അവരെ കൊടുക്കുക, അവർ സംസാരിച്ചോട്ടെ, അവർ നിങ്ങൾ കൊടുത്തിട്ട് പോരെയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ചെയ്യേണ്ടെന്ന് അവർ പറയണേ പോർട്ടറിൻ്റെ. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ അത് കൊടുത്തിട്ട് പോകുന്ന നമുക്കൊരു പ്രശ്നമുള്ള കേസൊന്നുമല്ല. പോർട്ടർ ഓടുന്ന ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും, ഞങ്ങൾ ചെയ്യാറുണ്ടല്ലോ നിനക്കെന്താ ചെയ്താന്ന് ചോദിക്കും. ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്പോൾ പോർട്ടർ ഭയങ്കര വിശ്വാസ്യതയുള്ള ആപ്പാണ്. കാരണം 1,00,000 രൂപ വരെ മൊബൈലൊക്കെ നമ്മുടെ കയ്യിൽ നന്നായിരിക്കും. പിട്ടാപ്പള്ളി ഇവിടെ നിന്നൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് നന്നായിക്കാറുണ്ട് അടുത്ത ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ. ചിലപ്പോൾ അടുത്ത ഷോപ്പിൽ കസ്റ്റമർ കാത്തിരിക്കുന്നുണ്ടാവും, ആ ഒരു മൊബൈൽ ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ആ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. 200 രൂപ 500 രൂപ വരെ ഓട്ടമൊക്കെ കിട്ടാറുണ്ട്, 300 രൂപ വരെയൊക്കെ ഓട്ടം കിട്ടാറുണ്ട്. അപ്പോൾ അവർ പറയും, തരുമ്പോൾ തന്നെ പറയും, ഭയങ്കര നല്ല സർവീസ് ആട്ടോ അവർ തരുമ്പോൾ തന്നെ പറയും, ഇത് വേഗം ഒന്ന് കൊണ്ടുകൊടുക്കാമോ എന്ന് ചോദിക്കും. കൊണ്ടുകൊടുക്കും നമ്മൾ. അപ്പോൾ 1,00,000 രൂപ വരെ മൊബൈൽ, 1,00,000 1,50,000 രൂപ വരെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ വിശ്വാസപൂർവ്വം തന്നയക്കുന്നത് നമ്മളത് കളയില്ല, അല്ലെങ്കിൽ നമ്മളതും കൊണ്ട് പോവില്ല എന്നുള്ള ഉറപ്പിലാണല്ലോ തന്നയക്കണേ. അത് നമ്മൾ വിശ്വാസ്യത പുലർത്തണം ശരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ അവർ പറയുന്ന സ്ഥലത്തൊക്കെ ചുമ്മാ കൊടുത്തിട്ട് പോരരുത്. പിന്നെ ചില ആളുകളും ചില സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ ഡോറിൽ അവിടെ ആളില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോരാൻ പറയും. അപ്പോൾ ഉറപ്പായിട്ട് അവിടെ വെച്ചിട്ട് അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട്, പറ്റുവാണെങ്കിൽ പോർട്ടറിൻ്റെ കസ്റ്റമർ കെയറിലും വിളിച്ച് കാര്യം പറഞ്ഞ് അതിൻ്റെ 2 മൊബൈലൊരു ഫോട്ടോ എടുത്ത് കൈ പിടിച്ചിട്ട് വേണം പോരാൻ. നമ്മളവിടെ വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലോ, അത് പിന്നീട് വലിയ തലവേദനയാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പോർട്ടറിൽ വരാറുണ്ട്, ഒരുപാട്. ഓൺലൈൻ ഇടുമ്പോൾ ഫുഡിനൊന്നും ഈ മാതിരി പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പ്രശ്നങ്ങളില്ല സത്യം പറയണമെങ്കിൽ. ഈ പോർട്ടറിൽ ഫുഡല്ല എല്ലാ ഐറ്റംസും വരാണ്ട് ഈ പ്രശ്നങ്ങൾ വരുന്നത്, സകല സാധനം വരും. ഞാൻ പറഞ്ഞില്ലേ ഒരു കീ കൊണ്ടുപോയിട്ട്, കീയും കൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ അങ്ങ് പോയി. 400 500 വരെ ഓട്ടാങ്ങണ്ടായിരുന്നു. അത് പോയി ഇടയ്ക്ക് ഒരു കീ അവിടെ ചെന്നപ്പോൾ കീ മാറിപ്പോയി. നമ്മുടെ കുഴപ്പമല്ല, തന്നയച്ച ആളുടെ കുഴപ്പമാണ്. എന്ത് ചെയ്യാൻ പറ്റും, അവർ 10 പൈസ തരില്ല. ഇവരെ വിളിച്ച് അവർ ചീത്ത, നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, ഒന്നും മിണ്ടണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, എന്തായാലും നിങ്ങൾ വന്നതല്ലേ. അവർ പൈസയൊന്നും തന്നില്ല, അവരവിടെ തമ്മിൽ വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുക. എന്തോ ഇതിൻ്റെ കീ കൊടുത്താഴ്ച കീ മാറിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ കിട്ടിയത് മേടിച്ചിട്ടും പോന്നു. ലാസ്റ്റ് ഒരു 1-1.5 മണിക്കൂറിന് ശേഷം എനിക്ക് പൈസ തന്നവർ. ഞാൻ ഒന്നും മിണ്ടാതെ മാറിയേക്കാണ്, എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്ര അകലെ ഓടി, ഇത്ര ഓട്ടം ഓടി, പോർട്ടറിലേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്താൽ പൈസ നമുക്ക്. ഞാനൊരു തെറ്റ് പറ്റി, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് എത്ര വേണമെങ്കിലും തരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മൾ ഓടുന്ന കാശ് തരും, ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഓടിച്ചെന്ന് കസ്റ്റമർ പൈസ തന്നില്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും തരും, അങ്ങനെയല്ല. നമുക്ക് ഓടിച്ചെന്നതിൻ്റെ ആ പൈസ നമുക്ക് തരും പോർട്ടർ. നമുക്ക് കിട്ടാനുള്ള പൈസ പോർട്ടർ തരും, എന്നിട്ട് പിന്നീട് അവരെ നിന്ന് മേടിക്കും. അതുപോലെ തന്നെ ചില ഓട്ടങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് 100 രൂപ വരെ ഓട്ടമായിരിക്കും പോർട്ടറിൽ കിട്ടുന്നത്. ഈ 100 രൂപ വരെ ഓട്ടത്തിന് പകരം 230 രൂപ ചിലപ്പോൾ അടിച്ചു വരും. ഞാനൊരു ദിവസം ഇതുപോലെ ഒരു ഓട്ടം ഓടി, 110 രൂപ വരെ ഓട്ടമായിരുന്നു, 100 രൂപ 110 രൂപ വരെ ഓട്ടമായിരുന്നു. ഓടിച്ചെന്നപ്പോൾ എനിക്ക് ഇത് ഓട്ടം കഴിയുമ്പോൾ നമുക്കിത് പൂർത്തിയായി എന്നും പറഞ്ഞിട്ട് ചെയ്യണം. ഓക്കെ, അതൊക്കെ നമുക്ക് കിട്ടാനുള്ള പൈസ എഴുതി കാണിക്കും അതിൽ. അപ്പോൾ 260 270 രൂപയുണ്ട്. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇതെന്താ സംഭവം. ഞാനിത് മേടിച്ച് അവരിൽ നിന്ന് മേടിച്ചു. അവർ തന്നു, അവരൊന്നും പറഞ്ഞില്ല, മിണ്ടാതെ തന്നു. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു, മാഡം ഇങ്ങനെയാണ് പൈസ അടിച്ചു വന്നത്. അവരും ചോദിച്ചു ഇതെന്ത് ഇത്ര ആയെന്ന് എന്തോ ചോദിച്ചു. പിന്നെ അവരെടുത്ത് തരും ചെയ്തു. അപ്പോഴാണ് അറിയണേ, പണ്ടെങ്ങോ ഒരു ഓടിയിട്ട് കുടിശ്ശിക ഉണ്ടായിരുന്നു, ഇതുപോലെ അവർ കൊടുക്കാതെ പോയ ഒരു വ്യക്തിയാണ് വോട്ടറായിട്ട് കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശികയാണ് ഇപ്പോൾ അടിച്ച് കയറി വന്നത്. 110 രൂപ വരെ 100 ചില്ലാൻ രൂപ വരെ ഓട്ടോ ഓടിയിട്ട് 200 ചില്ലാൻ രൂപ നമുക്ക് കയ്യിൽ നിന്ന് മേടിച്ചാൽ അത് നമ്മൾ വോട്ടറിന് കൊടുക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് മേടിച്ച് നമ്മൾ വോട്ടറിന് കൊടുക്കണം.
അതിന് വേണ്ടി നമുക്ക് തന്നതാണ്. അങ്ങനെ അങ്ങനെ ചില സമയത്ത് വരാറുണ്ട്. അത് തെറ്റി വരുന്നതല്ല പോർട്ടലിൽ, അതിന് കൂടുതലായിട്ട് ചില സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് ക്യാൻസലേഷൻ വരുന്ന സമയത്ത് ചില ആളുകൾ പൈസ ഇട്ട് തരാറുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് നമ്മൾ ചിലപ്പോൾ വിളിക്കും. ഭയങ്കര മര്യാദക്കാരാണ് ചില ആളുകൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരാം സാർ എന്ന് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്യാൻസലാവും. അപ്പോൾ വിളിച്ച നമ്പറിലേക്ക് ഒരു 10-50 രൂപ വരും. അപ്പോൾ നമ്മളവർ വിളിക്കും, അയ്യോ സാർ ഇത് പൈസ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ഓർഡർ കിട്ടി, നിങ്ങൾ ഇത്ര ഓടിയതല്ലേ, എനിക്കത് ആവശ്യം ഉണ്ടായില്ല, ഞാൻ ക്യാൻസൽ ചെയ്തു, കുഴപ്പമില്ല, നിങ്ങളിത് ഓടിയതല്ലേ എന്ന് വെച്ചാൽ ചില ആളുകൾ ഇട്ട് തരാറുണ്ട്. അപൂർവം കേട്ടോ, എല്ലാവരും ഒന്നുമല്ല, വളരെ അപൂർവം ആളുകൾ ഇട്ട് തന്നിട്ട് എനിക്ക് അങ്ങനെ വരാറുണ്ട്. അങ്ങനെ പൈസ ഒരുപാട് പോർട്ടറിൻ്റെ അല്ലാതെ വരാറുണ്ട് ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ. ഞായറാഴ്ച അതാണ് ഓടാൻ ഭയങ്കര രസമെന്ന് പറയുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. പിന്നെ അതുപോലെ ഭയങ്കര VIP ഉള്ള ആളുകളുണ്ട്. അവർ ഗൂഗിൾ പേ അല്ല അവർ തന്നെ ക്യാഷായിട്ടിട്ട് തരുന്ന ആൾക്കാരുണ്ട്. ക്യാഷായിട്ട് തരുന്ന ആളുകൾക്ക് മിക്കപ്പോഴും കൂടുതൽ പൈസ ഉണ്ടാവും. ഒരു നല്ലൊരു ശതമാനം മൊബൈൽ ഷോപ്പുകാർ പോലും ചില ആളുകൾ കൂടുതൽ പൈസ എടുത്ത് തരും. അവർ 10, 20, 30 അങ്ങനെ. അതായത് ഈ പോർട്ടറിൻ്റെ ഓട്ടം അല്ലാണ്ട് 100-150 ചില്ലായിരം രൂപ അഡീഷണൽ കിട്ടാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോർട്ടർ ഓട്ടം കൂടാതെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ അത് മതിയാവും നമുക്ക്. പോർട്ടറിനെ സംബന്ധിച്ച് പിന്നെ യൂണിഫോമും ഒരു ബോക്സും ഉണ്ട്. അതിന് 499 രൂപയാണ് ഇപ്പോൾ. അത് മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓട്ടം കിട്ടും, അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞേ കിട്ടുള്ളൂ. 1500 രൂപയ്ക്ക് ഓടാൻ അത് മേടിക്കുകയാണെങ്കിൽ വലിയ വലിയ ഓട്ടങ്ങൾ വരുമ്പോൾ വേഗം നമുക്ക് എടുക്കാൻ പറ്റും അത് മേടിക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഫുൾ കൈയാണ്, അപ്പോൾ അതിട്ട് ഓടിയാൽ മതി. ഫുൾ കൈ ബനിയൻ മുൻപത്തെ പോലെ മേടിക്കണമെന്നില്ല, ഫുൾ കൈ ഷർട്ടാണത്, ബനിയൻ തന്നെയാണ് അവർ തരുന്നത്. അതിട്ട് ഓടിയാൽ മതി, നല്ല സുഖമാണ്, ഇടാനൊക്കെ സുഖമാണ്. പിന്നെ അത് മേടിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് അവർ പോർട്ടറിൻ്റെ ആളുകൾ ഓൺലൈൻ എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരു പിക്ക് എടുത്തിടാൻ പറയും. നമ്മുടെ ഒരു ഫോട്ടോ ബോക്സിൻ്റെ നമ്മൾ ഇത് അത് ഇട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തിടേണ്ട വരും. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ എടുത്തിടേണ്ട വരും. ആപ്ലിക്കേഷൻ അങ്ങനെ ഒരു ഇതുണ്ട്, അങ്ങനെ ചെയ്യാം. പിന്നെ പോർട്ടറിനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, 3 ഓർഡറിന് മേലെ മിസ്സാക്കിയാൽ നമുക്ക് ടൈം കാണിക്കും. പിന്നെ എത്ര ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ പല ആളുകൾക്ക് അടിക്കുമെങ്കിലും 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 20 സെക്കൻഡ് കഴിഞ്ഞിട്ട്, സെക്കൻഡ് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പോവും എങ്കിലും 3 ഓർഡറിനും. പിന്നെ അത് കൂടി വന്നു കഴിഞ്ഞാൽ സെക്കൻഡ്സ് കൂടി വരും, അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓർഡർ കുറയും. അതുകൊണ്ടാണ് കിട്ടണ ഓർഡർ വേഗം എടുക്കാൻ പറഞ്ഞത്, മിസ്സാക്കണ്ടെന്ന്. പിന്നെ അത്യാവശ്യക്കാരെയാണല്ലോ അതിങ്ങനെ ബുക്ക് ചെയ്യണത്, അപ്പോൾ അത് അങ്ങനെ. പിന്നെ ചില ആളുകൾ പോർട്ടർ ബുക്ക് ചെയ്തിട്ട് ബൈക്കിൻ്റെ ബാക്കിൽ കയറി വരാൻ നോക്കും. അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു 3-4 വട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എമർജൻസിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളുണ്ടാക്കി, സാർ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ ഒരു ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. അതൊരിക്കലും കൊണ്ടുപോകരുത്, അത് പോർട്ടറിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്. ഞാൻ ഒരു വട്ടം കൊണ്ടുപോയി, അത് കൊണ്ടുപോകാൻ പാടില്ല. ചിലപ്പോൾ ബുക്ക് ചെയ്യും, അവിടെ ചെല്ലുമ്പോൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പ്രൊഡക്റ്റ് എന്ന് പറയും അവൻ. അപ്പോൾ എന്തെന്ന് ചോദിക്കുമ്പോൾ എന്നെ സ്ഥലത്ത് വരെ ഒന്ന് പോകണം, കൊണ്ടുപോകുമെന്ന് ചോദിക്കും. ചില ഹെൽമെറ്റൊന്നും ഉണ്ടാവില്ല. അപ്പം തന്നെ നമ്മൾ പറയും ഓൺലൈൻ ടാക്സി അല്ല, അത് പോർട്ടറാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് 20 കിലോ ആണ് മാക്സിമം എടുക്കാവുന്ന ഭാരം. നിങ്ങൾ 20 കിലോ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് വെൽ ഇൻഷുറൻസും ഒക്കെ പ്രശ്നമാവും, അതുകൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് നൈസായിട്ട് നമ്മൾ ഒഴിയാറുണ്ട് പതിവ്.
പിന്നെ രാത്രി സമയത്തൊക്കെ ഓടുമ്പോൾ എറണാകുളം സിറ്റിക്ക് എറണാകുളത്ത് ഓടുമ്പോൾ വേറെ കുറേ ശല്യങ്ങളുണ്ട്. വേറെ കുറേ ശല്യങ്ങൾ വരും. അത് നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വരും എറണാകുളത്തൊക്കെ. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പിന്നീട് പറയാം. എനിക്കൊരു പറ്റിയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥലത്ത് കുറച്ച് നേരം നിന്നപ്പോൾ അവർ വട്ടം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും അത്യാവശ്യം സംസാരത്തിലൊരു ഇത്തിരി ഗൗരവത്തോടെ സംസാരിക്കാനൊക്കെ ഞാൻ നൈസായിട്ട് ആവശ്യമില്ലാത്ത ഗൗരവമൊക്കെ ഇട്ട് ഒരു ചെറിയ പോലീസുകാരൻ്റെ പോലെയൊക്കെ സംസാരിച്ചാൽ വിട്ടുപോയി. ഞാൻ അന്ന് യൂണിഫോമില്ലാണ്ട് ഫോട്ടോ ഇടണ സമയമായതുകൊണ്ട്. അല്ലാത്ത സമയത്താണെങ്കിൽ അവന്മാർ പിടിച്ചു നിർത്തി തന്നെ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. എറണാകുളത്തെ കേസാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കൂടുതൽ. ഓക്കെ, താങ്ക് യു.